ഞാനും കുഞ്ഞും കൂടി ഇന്ന് അംഗൻവാടി വരെ പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. അടുത്ത മാസം തൊട്ടേ കുഞ്ഞിനെ ശരിക്കും അംഗൻവാടിയിൽ വിട്ടു തുടങ്ങുള്ളൂ കേട്ടോ. ടീച്ചർ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് കുഞ്ഞിനെയും കൊണ്ട് വരണം. മുത്തൂറ്റ് ഗ്രൂപ്പുകാര് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തോ കൊണ്ടിരുന്നുണ്ടെന്ന്. കുഞ്ഞിനോട് നമുക്ക് അംഗൻവാടി പോകാന്ന് പറഞ്ഞപ്പം ഒരു മടിയും കൂടാതെ കുളിച്ചൊരുങ്ങി ബാഗൊക്കെ ഇട്ട് എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് ഇറങ്ങി കേട്ടോ. ഈ ഒരു പോക്ക് കണ്ടപ്പോ ഞാൻ കരുതി ഈ നടപ്പങ്ങ് അംഗൻവാടി വരെ നടന്നോളൂ. വീട്ടിൽ നിന്ന് കയറി റോഡിൽ കൂടെ കുറച്ചു നേരം നടന്നതേ ഉള്ളൂ. 18ാമത്തെ അടവങ്ങെടുത്തു. നടു റോഡിൽ കുത്തിയിരുന്നിട്ട് എനിക്ക് വയ്യമ്മ, എന്റെ കാല് വേദന എടുക്കുന്നു, എനിക്ക് മുട്ടുവേദനയാന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നെന്ത് ചെയ്യാൻ പറ്റും, കുഞ്ഞിനെ എടുത്തോണ്ട് അങ്ങ് നടപ്പ് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അംഗൻവാടിയുടെ പടിയിലെത്തി. അന്നേരം കൊണ്ട് ദേ ഇറങ്ങി നടക്കുന്നു. എന്നിട്ട് ചാടി അംഗൻവാടിയുടെ അകത്ത് കയറി കളി തുടങ്ങി. എന്നിട്ട് ടീച്ചർ എല്ലാവരും എഴുന്നേപ്പിച്ച് നിർത്തി ഈശ്വര പ്രാർത്ഥനയൊക്കെ ചൊല്ലിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേന് പ്രതിജ്ഞ ചൊല്ലിച്ചു. ഇതെന്താ സംഭവം എന്ന് കുഞ്ഞിന് കത്തിയില്ലെങ്കിലും എല്ലാരും കൈയൊക്കെ നീട്ടിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് പുള്ളിക്കാരും കൈ നീട്ടിപ്പിടിച്ച് ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ പിന്നെയും കളി തുടങ്ങി. അപ്പോഴുടനെ മുത്തൂറ്റ് ഗ്രൂപ്പുകാർ വന്നു. അവര് വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് മുട്ടായും ഈ ഒരു പൗച്ചും കൂടെ തന്നു കേട്ടോ. അതിന്റെ ഉള്ളിൽ കുറച്ച് നെയിം സ്ലിപ്പും ഒരു സ്കെയിലും 2 പെൻസിലും ഒരു കട്ടറും ഒരു റബ്ബറും കിട്ടി. പിന്നെ കുറെ നേരം അതും കൊണ്ട് അങ്ങ് നടക്കുകയായിരുന്നു. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ കുറെ നേരത്തിന് അത് മതി. കിട്ടിയ സാധനങ്ങൾ കൊണ്ട് വീട്ടിലോട്ട് പോരാൻ തുടങ്ങിയപ്പോൾ ടീച്ചർ പറഞ്ഞു എന്തായാലും ഇത്രയായില്ലേ, ഇനിയിപ്പോ കുഞ്ഞിനെ കഴിപ്പിച്ചിട്ട് പോകാന്ന്. അങ്ങനെ അംഗൻവാടിയിൽ നിന്ന് ചോറ് കിട്ടിയപ്പോഴോ അത് കഴിക്കുന്നില്ല. ഈ പെണ്ണിനെയും കൊണ്ട് ഞാൻ അങ്ങ് തോറ്റു. അവക്ക് വീട്ടിലെ ചോദിച്ചു മതി അത്ര. ഇങ്ങനെ പോയാൽ ഞാൻ ഇവക്കെന്നും പൊതി കൊടുത്ത് വിടേണ്ടി വരും. റേഷൻ ചോറ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കഴിക്കാഞ്ഞേ. ഇങ്ങനത്തെ ചില ചീത്ത സ്വഭാവങ്ങൾ അപ്പൻ്റെന്ന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ഇനി ഞങ്ങൾ തിരികെ വീട്ടിലോട്ട്. പകുതി നടന്നു, പകുതി ഞാൻ എടുത്തു. നടക്കുന്ന കാര്യം പറയുമ്പോൾ മാത്രം എവിടെ നിന്നാണോ ഇത്രയും വലിയ അടവുകളൊക്കെ പൊക്കി എടുത്തോണ്ട് വരുന്നത്. കള്ളിപ്പെണ്ണ്.